Hi friends, Assalamu alaikum. This is a Leopard Swiss roll cake recipe. It is very easy to make a cake. It is soft cake. This cake I am frying pan. Oven easy to make. Giveaway video. Giveaway link description. Giveaway subscribe cheya, share cheya, like cheya, comment cheya. Comment cheyumbo full ആയിട്ട് വീഡിയോ കണ്ടിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കമന്റ് സ്പാം ആയി പോകും അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട് അതിന്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ആ ഒരു മുട്ടയുടെ മഞ്ഞ മിക്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ വെള്ളയും സെപ്പറേറ്റ് ആക്കാതെ തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയുടെ വെള്ളയിലേക്കാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒട്ടും മഞ്ഞ വീഴാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഈ മുട്ടയുടെ വെള്ള നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റാതെ വരും ഇത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് അതുകൊണ്ട് ഞാൻ പൊടിക്കാതെയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ വെള്ള നല്ല സ്റ്റിഫ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കാം ഇനി ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോ ഒരു യെല്ലോ കളറിലല്ലേ ഇരിക്കുന്നത് ഇതിനി നല്ല വൈറ്റ് കളർ ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയുടെ ഒട്ടും മണമില്ലാതെ തന്നെ കിട്ടും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെങ്കിൽ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ ഒന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് സ്പീഡ് കൂട്ടിയിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള മൈദ ആണ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ പാലിന്റെ അളവ് നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ ഒക്കെ പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ബീറ്ററിന്റെ ആവശ്യമില്ല എല്ലാം കൂടെ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി മുട്ടയുടെ വെള്ള ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഇതേപോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഇട്ട് ഓവർ മിക്സ് ചെയ്യരുത് അങ്ങനെ ആവുമ്പോൾ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ മിക്സിയിൽ ഇത് അടിച്ചെടുക്കുന്നവർ മിക്സിയിൽ നന്നായിട്ട് മുട്ടയും പഞ്ചസാരയും ഓയിലും ഒക്കെ 2-3 സ്റ്റെപ്പായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാവൊക്കെ മിക്സ് ചെയ്ത് എടുത്താൽ മതി ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇനി ഇതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബാറ്റർ ഒന്ന് മാറ്റുന്നുണ്ട് അത് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ഞാൻ ഈ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അരിപ്പയിലൂടെ വേണം ചേർക്കാൻ കാരണം കൊക്കോ പൗഡർ നല്ല കട്ടയുണ്ടാവും അപ്പോൾ അവിടെ എവിടെയും കട്ട പിടിച്ച് കിടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കൂടുതലായിട്ട് മാറ്റിയിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കൊക്കോ പൗഡർ അതൊരു ലൈറ്റ് കളറിൽ മതി ഇതിലേക്ക് ഞാൻ കുറച്ച് 1 ടീസ്പൂണോളം പാൽ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്
ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ ബാറ്റർ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രൈങ് പാനിൽ ചെയ്യാനും ഇതേപോലെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ലൈറ്റ് കളറിലുള്ള കുറച്ച് കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്റർ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങിങ്ങായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും. പിന്നെ ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഡാർക്ക് കളറിലുള്ള ബാറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ അങ്ങിങ്ങായിട്ടൊക്കെ ഒരു ഡോട്ട് പോലെ അല്ലെങ്കിൽ ഒരു വര പോലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 180 ഡിഗ്രിയിൽ ഇതൊന്ന് 3 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനില്ലാതെ ചെയ്യാനായിട്ട് ഫ്രൈങ് പാനിലും അതേപോലെ തന്നെ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിൽ ചെയ്തത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 1/4 ഭാഗത്തോളം കേക്ക് ബാറ്റർ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് 180 ഡിഗ്രിയിൽ ഒരു 13 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് ഒരു 13 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ 2 ഫ്രൈങ് പാനിൽ ചെയ്യാനുള്ള കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ചെറിയൊരു കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ കേക്ക് ഇതിൽ ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു 15 മിനിറ്റ് ബേക്കാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പോളം ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് ബേക്കായിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് റോൾ ചെയ്തിട്ട് വെക്കണം ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ട്. അപ്പോൾ ചൂട് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, ഒരു ചെറിയ ചൂടോടെ തന്നെ എടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ പതുക്കെ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രിൻ്റൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങ് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ കേക്ക് എടുക്കുമ്പോൾ മുറിഞ്ഞു പോകാതെ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റിയിട്ട് വേറൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനി ഒന്ന് തിരിച്ചിട്ടിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് ഒരു 2-3 വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് റോൾ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് റോൾ എടുക്കേണ്ടത്. ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രൈങ് പാനിൽ ചെയ്ത കേക്കാണിത്. ഇതിൻ്റെ താഴ്ഭാഗം കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതും ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്.
അപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. എൻ്റെ ആ ഉള്ളിലുള്ള ബട്ടർ പേപ്പർ മാറ്റിയിട്ട് അവിടേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ തയ്യാറാക്കുന്നതും അല്ലാതെ ബീറ്റർ വെച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കിയാൽ മതി. ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഫ്രൈങ് പാനിൽ ചെയ്ത കേക്കിലേക്കും ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതും റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ജാം വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതല്ലാതെ തന്നെ നമുക്ക് ഫ്രൈങ് പാനിലൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ വൈകിട്ട് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗിവ് അവേയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണം. താങ്ക്